കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പ് സംഘത്തെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം. അധ്യാപകർക്ക് ഭീഷണി സന്ദേശം ലഭിച്ചതിൽ സംശയമുണ്ടെന്നാണ് കുടുംബം പറയുന്നത്. സന്ദേശങ്ങളുടെ ഉറവിടം കണ്ടെത്തണമെന്നും ആവശ്യം. അതേസമയം ഡോക്ടർ എം കെ റാമിനെയും ഡോക്ടർ സംഗീതയെയും പോലീസിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആഷിൻ ഡിയാഗോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആഷിൻ ഡിയാഗോ, ഇതിൽ ഈ ലോൺ ആപ്പ് കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ നീക്കങ്ങൾ ഏറ്റവും ഒടുവിലായി ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മറ്റൊന്ന് കുടുംബം ഉയർത്തുന്ന പരാതിയാണ്. നിലവിലെ അന്വേഷണത്തിൽ അവർക്കുള്ള ചില സംശയങ്ങളാണ്. ഇതിൽ ലോൺ ആപ്പിൽ മാത്രം ഒതുങ്ങിപ്പോകരുത് എന്നുള്ള കാര്യം ഇന്നലെ കമ്മീഷണറെ കണ്ടുവരെ കുടുംബം നേരിട്ട് അറിയിക്കുന്ന നിലയുണ്ടായിരുന്നു. ആഷിൻ ഡിയാഗോ. റിജിത്ത്, ശ്രുതി, ഗുഡ് മോർണിംഗ്. നേരത്തെ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ മരണവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നിരവധി സംശയങ്ങളുണ്ട്. ആദ്യം മുതൽ തന്നെ അവർ ഇത് ഉന്നയിക്കുന്നതുമാണ്. പോലീസാകട്ടെ ലോൺ ആപ്പുകാരുടെ ഒരു ഭീഷണി, ഈ രണ്ട് കാര്യത്തിലാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുടുംബം ഇപ്പോൾ നിലവിൽ ആരോപിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നോയിഡയിലെത്തി ഈ ലോൺ ആപ്പുകാരെ പിടിച്ച കേരള പോലീസിന് പക്ഷേ എന്തുകൊണ്ട് റാമിനെ കുറിച്ചോ അല്ലെങ്കിൽ സംഗീതയെക്കുറിച്ചോ അധ്യാപകരായ ഈ രണ്ടുപേരെയും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു മരണം ലോൺ ആപ്പുകാരുടെ ഭീഷണിയിൽ മാത്രം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിദ്യാർത്ഥി ലോൺ എടുത്തിട്ടുള്ളത് രണ്ടുപേരുടെ നോമിനെ വെച്ചിട്ടാണ്. അതിലൊന്ന് അമ്മ ലതയുടെ പേരും മറ്റത് അച്ഛനായിട്ടുള്ള രാജന്റെ പേരുമാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് മറ്റധ്യാപകർക്ക് ഈ ലോൺ ആപ്പുകാരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്, ആ മെസ്സേജിന്റെ ഉറവിടം എന്തൊക്കെയായിരുന്നു ആ മെസ്സേജ് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം. അത് കേന്ദ്രീകരിച്ച് അന്വേഷണം വേണം. ഇതിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകണം എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ ഒരു മരണത്തെ ലോൺ ആപ്പിന്റെ ഭീഷണി അല്ലെങ്കിൽ ലോൺ ആപ്പുകാരുടെ ഭീഷണി മാത്രമായി ഒതുക്കി തീർക്കരുത്, മാനസികമായി തന്നെ ഈ ജാതിയുമായും ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥി നിതിൻ രാജ് കോളേജിൽ അധ്യാപകരിൽ നിന്ന് വിവേചനം നേരിട്ടിട്ടുണ്ട്. അവരുടെ മാനസിക സമ്മർദ്ദം, അതുമാത്രമല്ല അവരുടേതായ രീതിയിൽ അവർ ഈ നിതിൻ രാജിനെ പലപ്പോഴായി മാനസികമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ ഈ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പ്രിൻസിപ്പളുടെ മുറിയിൽ വെച്ച് പോലും ഈ അധ്യാപകർ നിതിൻ രാജിനെ കൂട്ടവിചാരണയ്ക്ക് വിധേയനാക്കിയിട്ടുണ്ട്. അതും അദ്ദേഹത്തെ ഈ മരണപ്പെട്ട വിദ്യാർത്ഥിയെ മനോവിഷമത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട് അധ്യാപകരിലേക്ക് കൂടി ഈ ഒരു അന്വേഷണം നീങ്ങുന്നില്ല എന്നൊരു പരാതിയാണ് നിലവിലിപ്പോൾ ഈ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അതേസമയം തന്നെ പോലീസിന്റെ അന്വേഷണവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിലിപ്പോൾ നോയിഡയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തിട്ടുള്ള 3 പേരെയും ഈ ലോൺ ആപ്പിലൂടെ ഭീഷണിപ്പെടുത്തിയിട്ടുള്ള 3 പേരെയും റിമാൻഡിലാണ്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് പോലീസും നടക്കുന്നത്. അതേസമയം തന്നെ കുടുംബത്തിന്റെ ആരോപണവും ഈ പോലീസ് അന്വേഷിച്ചു വരികയും ചെയ്യുന്നുണ്ട്. റിജിത്ത്, ശരി, ആഷിൻ ഡിയാഗോ വിശദമായ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.